Question 9 നോക്കാം. Let S is equal to set 1, 2, 3 up to 10. Consider set X is equal to set of all R such that R is in equivalence relation on the set S such that R has exactly 42 elements. Number of elements of X. അതായത് അങ്ങനത്തെ എത്ര ഈക്വലൻസ് റിലേഷൻ ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. 42 എലമെന്റ്സ് ഉള്ളത്. ആക്ച്വലി ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ എല്ലാവർക്കും സമയം പോയിട്ടുണ്ടാവുക ഈ ക്വസ്റ്റ്യനിലായിരിക്കും. ഇതിന്റെ ലോജിക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ ഫണ്ടമെന്റൽ ഐഡിയ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഈക്വലൻസ് റിലേഷൻ എടുത്തു കഴിഞ്ഞാൽ ഈക്വലൻസ് റിലേഷൻ ഡിഫൈൻഡ് ഓൺ എ സെറ്റ് ലീഡ്സ് ടു പാർട്ടീഷൻ ഓഫ് ദാറ്റ് സെറ്റ്. ആ ഐഡിയ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ എസ് എന്ന് പറയുന്ന സാധനം സെറ്റ് 1, 2, 3, 4, 5 ഉണ്ടെന്ന് വിചാരിച്ചോ. ഓക്കെ, ഇതിനെ ഞാൻ 2 സെറ്റായിട്ട് പാർട്ടീഷൻ ചെയ്യണം. ഒരു പോസിബിൾ പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം? 1, 2, 3 ആയിട്ട് പാർട്ടീഷൻ ചെയ്തു, 4, 5 ആയിട്ട് പാർട്ടീഷൻ ചെയ്തു. ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തല്ലോ. ഇനി നോക്കിക്കേ, ഇവിടെ എസ് ഉണ്ട്, ഒരു 1, 2, 3 പാർട്ടീഷനും 4, 5 പാർട്ടീഷനും ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇതാണ് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈക്വലൻസ് റിലേഷൻ. 1 1ലേക്ക്, പിന്നെ 1 എല്ലാത്തിലേക്കും പെയർ ചെയ്തിട്ടുണ്ടാവും, അതുപോലെ 2 എല്ലാത്തിലേക്കും പെയർ ചെയ്തിട്ടുണ്ടാവും, 3 എല്ലാത്തിലേക്കും പെയർ ചെയ്തിട്ടുണ്ടാവും, അതുപോലെ 4 5ലേക്ക്, 5 ഇതിലേക്ക്. നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമാണ്. NCERT കോൺസെപ്റ്റ് ആണ്, വേറെ ഒന്നല്ല. സിമ്പിൾ കാര്യമാണ്. ഈക്വലൻസ് ക്ലാസസിനെ കുറിച്ച് NCERT വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ആ സമയത്ത് പറയുന്ന ഒരു കാര്യമാണത്. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം മനസ്സിലായി. ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തപ്പോൾ ഇത് 3 സ്ക്വയർ ഓർഡേഡ് പെയർസിനെ കോൺട്രിബ്യൂട്ട് ചെയ്തു, ഇത് 2 സ്ക്വയർ ഓർഡേഡ് പെയർസിനെ കോൺട്രിബ്യൂട്ട് ചെയ്തു. അപ്പം മൊത്തം 3 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ഓർഡേഡ് പെയർസ് ആണ് നമുക്ക് അതിൽ ആ ഈക്വലൻസ് റിലേഷനിൽ വന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത് എന്താ? എസിനെ നമ്മൾ എന്ത് ചെയ്യണം? കുറെ സെറ്റ്സ് ആയിട്ട് എന്ത് ചെയ്യണം? പാർട്ടീഷൻ ചെയ്യണം. ആ സെറ്റുകളുടെ സൈസ് N1, N2 അപ് ടു NK ആണെന്ന് വിചാരിച്ചോ. ഇതെല്ലാം കൂടി ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? 10 കിട്ടണം. പോരാത്തതിന് എന്താണ് ഇതിന്റെ കോൺട്രിബ്യൂഷൻസ്? ഓർഡേഡ് പെയർസിലേക്കുള്ള കോൺട്രിബ്യൂഷൻ N1 സ്ക്വയർ പ്ലസ് N2 സ്ക്വയർ പ്ലസ് അപ് ടു NK സ്ക്വയർ ആയിരിക്കുമല്ലോ. ഇത് 42 ആണ്. ഇത് ഭയങ്കര സിമ്പിൾ ആണ്. ഇത് NCERT ഐഡിയ ആണ് കേട്ടോ. ഇത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നെക്സ്റ്റ് സ്റ്റെപ്പാണ് നമുക്ക് ചിന്തിക്കാനുള്ളത്. അതായത് ഈ കുറെ നമ്പേഴ്സ് ആഡ് ചെയ്താൽ, പോസിറ്റീവ് നാച്ചുറൽ നമ്പേഴ്സ് ആഡ് ചെയ്താൽ 10 കിട്ടണം, അതിന്റെ സ്ക്വയർസ് ആഡ് ചെയ്താൽ 42 കിട്ടണം. അങ്ങനെ എത്ര കേസ് ഉണ്ടെന്ന് ആലോചിക്കണം. ഇൻഫാക്ട് അങ്ങനെ 2 കേസേ ഉണ്ടാവുള്ളൂ. ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 36, 7 എന്തായാലും വരില്ലല്ലോ, കാരണം 7ന്റെ സ്ക്വയർ 49 ആയി. അങ്ങനെ പോകും. 36 എടുത്തു കഴിഞ്ഞാൽ 36ഉം പിന്നെ 4 + 1 + 1 42 ആണ്. കറസ്പോണ്ടിംഗ്ലി 6 + 2 + 1 + 1 എന്താണ്? 10 ആണ്. അതൊരു പോസിബിൾ കേസ്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 എടുക്കുക. 25ന്റെ കൂടെ 16 + 1 അത് 42. അപ്പൊ ഇവിടെ 5 + 4 + 1 10. ഈ 2 കേസാണ് ഉണ്ടാവുക. ഇത് ഫിഗർ ഔട്ട് ചെയ്താൽ ഉത്തരായി. കാരണം അപ്പൊ 2 കേസ് ഉണ്ട്. കേസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൊത്തം നമ്മൾ സെറ്റിന് എന്താക്കുന്നു? 6, 2, 1, 1 എന്നിട്ട് പാർട്ടീഷൻ ചെയ്യാൻ പോവാ. 10 എലമെന്റിനെ 6, 2, 1, 1 എന്നുള്ള രീതിയിൽ പാർട്ടീഷൻ ചെയ്യുക. അപ്പൊ എത്ര രീതിയിൽ പാർട്ടീഷൻ ചെയ്യാൻ പറ്റുമോ അത്ര നമ്പർ ഓഫ് ഈക്വലൻസ് റിലേഷൻ ഉണ്ടാവും. അപ്പോൾ ആൻസർ വരാൻ പോണത് 10 / 6 ഫാക്ടോറിയൽ, 2 ഫാക്ടോറിയൽ, 1 ഫാക്ടോറിയൽ, 1 ഫാക്ടോറിയൽ, പിന്നെ ഈക്വൽ സൈസ് ആയതുകൊണ്ട് ഒരു അഡീഷണൽ 2 ഫാക്ടോറിയൽ അവിടെ വരും. ഓക്കെ, സോ ദിസ് കംസ് ഔട്ട് ടു ബി, ഇപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടാൻ പോണെന്ന് വെച്ചാൽ 7 × 8 × 9 × 10 ഡിവൈഡഡ് ബൈ എത്ര വരും വെച്ച് കഴിഞ്ഞാൽ 4 വരും. അപ്പോ ഇവിടെ ഇത് 2 വരും. അപ്പൊ 7 × 18 ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കട്ടെ. 7 × 18 അപ്പോ 1260 എന്നാണ് ഈ സാധനം വരുന്നത്. 1260. അടുത്ത കേസ് 2 എന്താ നോക്കാം നമുക്ക്. കേസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10നെ നമ്മൾ എങ്ങനെ ഇതാക്കുന്നു? 5, 4, 1 5, 4, 1 ആയിട്ട് ഇതാക്കുന്നു. അപ്പൊ അത് 10 ഫാക്ടോറിയൽ ബൈ 5 ഫാക്ടോറിയൽ, 4 ഫാക്ടോറിയൽ, 1 ഫാക്ടോറിയൽ. അപ്പൊ ഇത് 6 × 7 × 8 × 9 × 10 ഡിവൈഡഡ് ബൈ 24 എന്ന് വരും. അപ്പോ ഇവിടെ 72 അല്ലേ? അപ്പൊ 3 ടൈംസ് 6 × 21 അപ്പോഴും സെയിം തന്നെ വന്നത് കേട്ടോ. 1260. അപ്പൊ 1260 ഇങ്ങനെയാണ് ഫൈനൽ ആൻസർ വന്നത്. അപ്പൊ ടോട്ടൽ വരിക 1260 + 1260 വരും. അപ്പൊ ഫൈനൽ ആൻസർ കംസ് ഔട്ട് ടു ബി 2520 ആയിരിക്കും ഫൈനൽ ആൻസർ വരിക കേട്ടോ. 2520 ഇതായിരിക്കും സമയം എടുത്തുണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. ഫണ്ടമെന്റൽ ഐഡിയ ഇസ് ഡയറക്ട്ലി ഫ്രം NCERT.